ഏതെങ്കിലും ഒരു വലിയൊരു സ്രാവ് വന്ന് ഞങ്ങളെ വിഴുങ്ങിക്കോ എന്ന് പറഞ്ഞ് നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി. കേരളം അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് കഴിയാഞ്ഞിട്ടല്ല, കേരളം അവർ മാറ്റി നിർത്തിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിച്ച പോലെ നമ്മളെ വാങ്ങാനാണെങ്കിലോ ഞങ്ങളെ അവർ വളരാൻ അനുവദിച്ചത് എന്നൊരു സംശയം കൂടി, ആ ഒരു പേടിയാണ് നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്ന ഊർജം എന്ന് പറയാമല്ലോ. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എപ്പോഴും ഇതുപോലത്തെ ടൈക്കൂൺസ് വരാൻ സാധ്യതയുള്ള, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഇതിൽ സാധാരണക്കാർ വരാൻ സാധ്യതയില്ല, ഇതിൽ വരാൻ സാധ്യതയുള്ള ഒരു ടൈക്കൂൺസ് മാത്രമാണ്. ഒരു ടാറ്റ ആവണം എന്നല്ല, അല്ലെങ്കിൽ ലുലു ആവണം എന്നല്ല നമ്മുടെ ഉദ്ദേശം. ഒരു സ്റ്റാർട്ടപ്പ് വളർത്തുക, ഒരു 4-5 വർഷം അതിൽ വർക്ക് ചെയ്യുക, നല്ലൊരു ബ്രാൻഡാക്കി വിറ്റൊഴിയുക എന്നതാണെങ്കിൽ നിങ്ങൾ വലിയ ടെറിട്ടറിയിലേക്ക് പിടിക്കരുത്. ഞങ്ങൾ തുടക്കത്തിൽ വിചാരിച്ചു ഇപ്പോൾ തന്നെ ഇന്ത്യ മുഴുവൻ പടർത്താം, 5 നാഷണലുകളിൽ പടർത്തും എന്നൊക്കെ വിചാരിച്ചു. പല സ്ഥലങ്ങളിലും പോയി കമ്പനി രജിസ്റ്റർ ചെയ്തു, പല സ്ഥലത്തും ഓഫീസ് ഇട്ടു. ആ കാശൊക്കെ പോയി എന്നല്ലാതെ കേരളത്തിൽ മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളൂ, എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളൂ.